ജൂലൈ 4 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ്. അബുദാബിയിൽ വന്നിറങ്ങാൻ നാളെ മുതൽ പുതിയ പ്രോട്ടോകോൾ. നാട്ടിൽ നിന്ന് വരാൻ തയ്യാറാകേണ്ടത് എങ്ങനെയെല്ലാം. യുഎഇയിൽ രോഗബാധയും TPR-ഉം ഗണ്യമായി കുറയുന്നു. ഇന്ന് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ 500 ദർഹത്തിന്റെ വൗച്ചർ. വിശദമായ വാർത്തകളിലേക്ക്. അബുദാബി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം, നാളെ മുതൽ, അതായത് ജൂലൈ 5 മുതൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നവർക്ക് പുതിയ പ്രോട്ടോകോളാണ്. ആദ്യം നമ്മുടെ ഇന്ത്യ വരുന്ന ലിസ്റ്റിൽ, അതായത് ചുവന്ന പട്ടികയിൽ കടന്നുവരുന്ന രാജ്യങ്ങളിൽ നിന്ന് വന്നിറങ്ങുന്നവർ, അത് തീയതിയുടെ കാര്യം മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ. അതിന്റെ പ്രോട്ടോകോളായി എന്നുള്ളതാണ് ഒരു ശുഭകരമായ സൂചന. ഏതായാലും അത് മനസ്സിലാക്കാൻ വേണ്ടി, വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടി ഓരോന്നോരോന്നായി പറയുന്നു. ചുവന്ന പട്ടികയിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരാണെങ്കിൽ വന്ന ഉടനെ, എയർപോർട്ടിൽ എത്തിയ ഉടനെ PCR എടുക്കണം. 7 ദിവസത്തെ നിർബന്ധിതമായ ഏകാന്തവാസത്തിലേക്ക് പോകണം. 6ാമത്തെ ദിവസം അടുത്ത PCR എടുക്കണം. ഇനി പ്രതിരോധ കുത്തിവയ്പ് എടുത്തവരാണെങ്കിൽ 2ാമത്തെ ഡോസ് കഴിഞ്ഞ് 28 തികഞ്ഞാൽ മാത്രമേ യാത്ര ചെയ്യാവൂ, ഇങ്ങോട്ട് വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ഹൊസൻ ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തിരിക്കണം. ഇനി ചുവന്ന പട്ടികയുള്ള രാജ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കാത്തവരാണ് വരുന്നതെങ്കിൽ വന്നിറങ്ങിയ ഉടനെ PCR എടുക്കണമെന്നുള്ളത് എല്ലാവർക്കും ബാധകം. 12 ദിവസത്തെ ക്വാറന്റൈൻ ഉണ്ടായിരിക്കും. 11ാമത്തെ ദിവസം PCR എടുത്തിരിക്കണം. ഇനി ഇപ്പോൾ നിലവിലുള്ള സഞ്ചരിക്കാൻ പറ്റുന്ന പട്ടികയിലെ രാജ്യങ്ങൾ, ഗ്രീൻ ലിസ്റ്റ് എന്ന് പറയും, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ PCR ടെസ്റ്റ് കൊണ്ട് വരുമ്പോൾ ക്വാറന്റൈനേ ഇല്ല. 6ാമത്തെ ദിവസം ഒരു PCR കൂടി എടുത്തിരിക്കണം. ഇനി ഗ്രീൻ പട്ടികയിൽ വാക്സിൻ എടുക്കാതെയാണ് വരുന്നതെങ്കിൽ എയർപോർട്ടിൽ എത്തുമ്പോൾ PCR നിർബന്ധമായിട്ട് ഏതായാലും എടുക്കണം. ക്വാറന്റൈൻ ഇല്ല, പക്ഷേ 6ാമത്തെ ദിവസവും 12ാമത്തെ ദിവസവും PCR എടുക്കണം. അത് നെഗറ്റീവാണെന്ന് തെളിയിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇതുവരെയുള്ള എല്ലാ സൂചനകളും വെച്ചാണെങ്കിൽ എമിറേറ്റ്സ് പറയുന്നതൊക്കെ വിശ്വസിക്കാമെങ്കിൽ 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് തുടങ്ങുമെന്ന ശുഭകരമായ ഘട്ടത്തിലെത്തും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ചില കാര്യങ്ങൾ തയ്യാറാകേണ്ടത് എങ്ങനെ എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. പ്രതിരോധ കുത്തിവയ്പ് 2 ഡോസുകളും എടുത്തു കാത്തിരിക്കുക. വിസ എക്സ്പയറി ആയതിൽ തൽക്കാലം മാനസിക സമ്മർദ്ദം വയ്ക്കാതിരിക്കുക. അതിന് പല പല പരിഹാര മാർഗങ്ങളുണ്ട്. കീഴ്വഴക്കങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഫ്ലൈറ്റുകൾ ഓപ്പൺ ആകുന്ന പ്രഖ്യാപനവും അത് സംബന്ധിച്ചുള്ള യോഗ്യതാ നിബന്ധനകൾ ഒക്കെ വന്ന ശേഷം മതി ടിക്കറ്റ് കാശ് കൊടുത്തെടുക്കാൻ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഏതായാലും അൽ ഹൊസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും എന്ന് കരുതി തയ്യാറായിരിക്കുക. പിന്നെ ചെലവില്ലാത്തൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ചിലപ്പോൾ വേണ്ടി വരില്ല, ചിലപ്പോൾ വേണ്ടി വന്നേക്കും. എങ്കിലും നമുക്ക് കാശ് ചെലവില്ലാത്തൊരു 2 മിനിറ്റിന്റെ കാര്യം ഒന്നുകിൽ ICA അല്ലെങ്കിൽ GDRFA, അതായത് എമിറേറ്റുകൾ നോക്കിയിട്ടും, ദുബായിലാണെങ്കിൽ GDRFA, മറ്റുള്ള എമിറേറ്റുകളിലാണെങ്കിൽ ICA, അതിന്റെ അപ്രൂവലിന് വേണ്ടി ഒന്ന് കൊടുത്തിടുക. കിട്ടുമോ കിട്ടില്ലയോ, വേണം വേണ്ട, ഇതൊക്കെ പിന്നീട്. ആ അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ടാൽ കുറെ ദിവസങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് തയ്യാറായിരിക്കാൻ വേണ്ടി പറയുന്നതാണ്, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഓരോ രാജ്യത്തും ഇപ്പോൾ ഈ സാമ്പത്തിക തൊഴിൽ മേഖലകളുടെ റിക്കവറിയെക്കുറിച്ചുള്ള കണക്കെടുപ്പ് സൂചികകൾ ശേഖരിച്ചു വരുന്ന സമയമാണ്. UAEയിൽ സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങൾ മെയ് മാസം മുതൽ മികച്ച സൂചികയിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് കണക്ക്. മെയിൽ ഉള്ളതിനേക്കാൾ ജൂണിൽ പ്രകടമായി, അതിനേക്കാൾ ജൂലൈയിലും ഓഗസ്റ്റിലും പ്രകടമാകും എന്ന രൂപത്തിലാണ് UAE മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രേക്ഷകർക്ക് ദുബായിലെ പ്രശസ്തമായ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റാണ് 500 ദർഹത്തിന്റെ വൗച്ചർ നൽകുന്നത്. എന്താണതിന്റെ പ്രത്യേകതയെന്നും മറ്റും വഴിയെ പറയാം. കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് എന്നെഴുതി, തെറ്റുകൂടാതെ ആയിരിക്കണം, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, എഴുതി ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിലേക്ക് ഇടൂ. അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കാം ആർക്കാണ് സമ്മാനം കിട്ടുക എന്നുള്ള കാര്യം. ഷാർജയിൽ 8 വയസ്സുള്ള ഒരു ഇന്ത്യൻ കുട്ടി തൊട്ടയൽപക്കത്തുള്ള ഒരു കാറിൽ
മരിച്ചു കിടന്ന സംഭവം. അതിൽ ദുരൂഹതയൊന്നുമില്ല എന്നാണ് ഷാർജ പോലീസ് പറയുന്നത്. ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയോ അടുത്ത കാറിലേക്കൊന്ന് കയറി തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷെ അകത്ത് കയറി കാർ ലോക്കായിപ്പോയി. 8 വയസ്സുള്ള കുട്ടിയാണ്. തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. നിർഭാഗ്യവശാൽ തുറക്കുന്നില്ല കാർ. ചൂടിൽ ആ വേവിൽ ശ്വാസം മുട്ടി കുട്ടി മരിക്കുകയായിരുന്നു എന്നാണ് ഷാർജ പോലീസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, രക്ഷകർത്താക്കൾ ഈ വിഷയത്തിൽ അഗാധമായ ഒരു ബോധവൽക്കരണം എന്നതുപോലെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. കുട്ടികളെ നോക്കണം, നിയമത്തിന്റെ പിടിയിലല്ലെങ്കിൽ പെടും എന്ന കാര്യം ഷാർജ പോലീസ് ആവർത്തിച്ചിട്ടുണ്ട്. UAE, സൗദി അറേബ്യ രാജ്യങ്ങൾക്കിടയിലുള്ള യാത്രാ നിരോധനം ഇന്ന് രാത്രി 11 മണിയോടുകൂടി നിലവിൽ വരികയാണല്ലോ. എമിറേറ്റ്സും ഫ്ലൈ ദുബായും കൂടി ഒരു 6 സർവീസ് ആളുകളെ തിരിച്ചു കൊണ്ടുപോകാം പെട്ടെന്ന് ആ സമയം അവസാനിക്കുന്നതിന് മുമ്പ്. സൗദി എയർലൈൻസ് ആണെങ്കിൽ 23 ഫ്ലൈറ്റുകൾ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകാൻ UAEയിൽ നിന്ന് ഇത്രയും ഏർപ്പാടാക്കി ആളുകളെ എല്ലാം കൊണ്ടുപോകുന്ന അവസാന മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണിപ്പോൾ. മൊഡേണ എന്നൊരു പ്രതിരോധ കുത്തിവയ്പ് കൂടി അടിയന്തരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി UAE അനുമതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെയായി? സിനോഫാം, ഫൈസർ, പിന്നെ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക, സ്പുട്നിക് 5, ഇപ്പോൾ മൊഡേണ. ഈ മൊഡേണയ്ക്ക് FDA അമേരിക്കയുടെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ജൂലൈ 4 സമ്മാനം 500ാം എപ്പിസോഡ് കഴിയുന്ന പ്രമാണിച്ച് യുണൈറ്റഡ് അപ്ഡേറ്റ്സിന്റെ പേരിൽ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റാണ് നൽകുന്നത് എന്ന്. 500 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചർ. എന്തുകൊണ്ട് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് മാറി നിൽക്കുന്നു, മറ്റുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് വിഭിന്നമാകുന്നു? എന്തുകൊണ്ട് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് പോലെ ഒന്ന് തുറക്കണമെന്ന് ആളുകൾ കരുതുന്നു, അല്ലെങ്കിൽ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു? അതിന് വ്യക്തമായ മറുപടി ആ അന്തരീക്ഷത്തിൽ ഒന്ന് ഒരിക്കലെങ്കിലും പോയാൽ മതി എന്നുള്ളത് ഇവിടെ നാട്ടിൽ പാട്ടാണ്. ഞങ്ങൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ദുബായിൽ ദേരയിലുണ്ട്, കരാമയിലുണ്ട്, കിസൈസിലുണ്ട്. കരാമയിൽ ഒപ്പം സലാഡ് ഹബ്ബ് എന്ന് പറഞ്ഞ് ഈ ആരോഗ്യ കാര്യങ്ങൾ അധികമായി ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള ആഗോള സലാഡുകളുടെ ഒരു സമ്മേളനം എന്ന പോലെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. വളരെ കുറഞ്ഞൊരു തുകയ്ക്ക് ഇഷ്ടം പോലെ സലാഡും റൈസും ഒക്കെ കഴിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സാലഡ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ആരോഗ്യം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് അങ്ങനെ കരാമയിലെ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന് അടുത്ത് തന്നെ ഒരു സാലഡ് ഹബ്ബ് ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത്. ഇനി 100 കണക്കിന് വിഭവങ്ങൾ എന്നൊന്നുമല്ല കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയായി പറയുന്നത്. ഇവിടെ ആകെ എല്ലാം കൂടി ചേർത്ത 10-32 ഐറ്റംസേ ഉള്ളൂ. അതിൽ തന്നെ ചില ഐറ്റംസ് തേടി പല എമിറേറ്റുകളിൽ നിന്നും ആളുകൾ വരുന്ന ഒരു അസ്വാഭാവികമായ അസാധാരണമായ പ്രതിഭാസമുണ്ട്. ഒന്ന്, നമ്മുടെ മുന്നിൽ തന്നെ മേശയിൽ തന്നെ വെച്ച് ഗ്രാനൈറ്റിൽ ആ കല്ലിൽ വെച്ചുകൊണ്ട്, നല്ല ചുട്ടുപഴുത്ത കല്ലിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുന്ന ബീഫ് സ്റ്റേക്ക്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തരംഗമായി ഈ UAEയിൽ ദുബായിൽ മാറിയിരിക്കുന്നത്. പിന്നൊന്ന്, ഈ ചിക്കൻ ലഗോൺ ബിരിയാണി കണ്ടുപിടിച്ചത് എന്ന അർത്ഥത്തിൽ വാഴയിലയിൽ വിളമ്പുന്ന ആ ലഗോൺ ബിരിയാണിയെക്കുറിച്ചുള്ള പേരും അതിർത്തികൾ കടന്ന് മുന്നോട്ട് പോവുകയാണ്. ദേരയിലും കരാമയിലും കിസൈസിലും. പിന്നെ തമാശയായിട്ട് അതിഭാവുകത്വം ചേർത്ത് ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റിന്റെ അടുത്ത് പോയി റെസ്റ്റോറന്റ് തുടങ്ങണം, കച്ചവടം കിട്ടും. അനുഭവസ്ഥർ പറയുന്നത് അങ്ങനെയാണ്. കാരണം ഈ റെസ്റ്റോറന്റിൽ വന്ന് ക്യൂ നിന്നിട്ട് ക്ഷമയില്ലാത്തവർ ഒരു 10-15 മിനിറ്റൊക്കെ നോക്കിയിട്ട് ബുക്കിംഗ് ഒന്നും എടുക്കാതെ വരുന്നവർ പെട്ടെന്ന് അടുത്ത കടയിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി, പാർക്കിംഗ് അവിടെ ഇട്ടല്ലോ എന്ന് കരുതി അടുത്ത കടകൾക്ക് കച്ചവടം കിട്ടുന്നു എന്നത് അല്പം തമാശ ചേർത്തുകൊണ്ട് അതിഭാവുകത്വം ഏറെ ഇല്ലാത്ത ഒരു കാര്യമായി ദുബായിൽ മാറിയിട്ടുണ്ട് എന്ന് അനുഭവസ്ഥർക്കറിയാം. നിങ്ങളിപ്പോൾ ഒരു നമ്പർ നിങ്ങൾക്ക് തരാം. അത്യാവശ്യത്തിന് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാനൊക്കെ സൗകര്യമുള്ളൊരു നമ്പർ 056-6277-551 056-6277-551. 2.5 ലക്ഷത്തിലധികം ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോൾ 1599 പേർക്കാണ് രോഗബാധ എന്ന് UAEയിൽ. 3 പേരുടെ മരണം, 1570 പേർക്ക് രോഗമോചനവും. ബിഗ് ടിക്കറ്റ് കഴിഞ്ഞ ദിവസം കിട്ടിയ 20 മില്യൺ ദിർഹം കൊല്ലം സ്വദേശിയായ രഞ്ജിത്തിനാണ്. അദ്ദേഹം 10 പേർക്കായി അത് വീതിക്കുകയാണ്. 10 പേർ ചേർന്നാണ് അത് എടുത്തത്. അദ്ദേഹം ഒരു ഡ്രൈവറായി ജോലി നോക്കുകയാണ്. അമേരിക്കയിൽ കോവിഡ് മരണങ്ങളിൽ 99% പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാത്തവർ തന്നെയാണെന്ന് വിദഗ്ധർ പറയുന്നു. ഡോക്ടർ ഫൗസി അടക്കമുള്ള ഗവൺമെന്റിന്റെ ഉപദേശകരാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അൻവർ ഫ്ലോർ മിൽ 500 ദിർഹത്തിന്റെ വൗച്ചർ
വലിയ ഗിഫ്റ്റ് ഹാമ്പർ തരാമെന്ന് പറഞ്ഞല്ലോ, അതിന്റെ വിജയി പ്രഖ്യാപിക്കുന്നു. അലിയാർ കുഞ്ഞ് നിസാമുദ്ദീൻ. കൺഗ്രാറ്റുലേഷൻസ് അലിയാർ കുഞ്ഞ് നിസാമുദ്ദീൻ. താങ്കളുടെ നമ്പർ ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് അയക്കണം. ഒരിക്കൽ കൂടി കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് എന്ന് തെറ്റുകൂടാതെ കമന്റ് ബോക്സിൽ എഴുതിയാൽ 500 ദിർഹത്തിന്റെ വൗച്ചർ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് നാളെ പ്രഖ്യാപിക്കും. ജൂലൈ 4 ഞായറാഴ്ചയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.